തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരു സദ്വാർത്ത. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസി അവർകൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എവിടെ പോയി എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അദ്ദേഹം ഹജ്ജിന് പോയതല്ല, ഉംറയ്ക്ക് പോയതുമല്ല. ഈ കേന്ദ്രം ഭരിക്കുന്ന സാമ്രാജ്യത്വ ഫാസിസ്റ്റ് ശക്തികൾ ഫൈസി സാഹിബിനെ ഒരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റുകാർ എന്ന് പറയുന്ന പരമനീചന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. ആരോരും അറിയാതെ ഡൽഹി കൊണ്ടുപോയി. പുള്ളി അന്ന് തൊട്ട് നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ആ യുദ്ധത്തിൽ പ്രാരംഭ വിജയം നേടിയത്. കേസ് തീർന്നിട്ടില്ല. അദ്ദേഹത്തിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അങ്ങനെ ജാമ്യം കിട്ടിയ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി ജനാധിപത്യത്തിൻ്റെ ഈ വിജയം, ഫാസിസത്തിനെതിരെ നേടിയ അത്യുജ്വലമായ ഈ മുന്നേറ്റം പത്രസമ്മേളനം നടത്തി നാട്ടുകാരെ അറിയിച്ചു. എന്ന് മാത്രമല്ല, 2047 SDPI ഇന്ത്യയുടെ അധികാരം പിടിക്കും എന്നും ചെങ്കോട്ടയിൽ പച്ചക്കൊടി പാറും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം ആവർത്തിച്ചു. അതുമാത്രമല്ല, വരാൻ പോകുന്ന പശ്ചിമ ബംഗാൾ, ആസാം, അതുപോലെ തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ SDPI ഒരു നിർണായക ശക്തിയായിട്ട് മാറും. പരമാവധി മണ്ഡലങ്ങളിൽ മത്സരിക്കും. അവരുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുക തന്നെ ചെയ്യും. കേരള നിയമസഭയിൽ 2026 അവർക്ക് MLA ഉണ്ടാവും എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ SDPIക്ക് അംഗങ്ങളുണ്ടാവും. അവർ പലരും SDPIയുടെ ചിഹ്നത്തിൽ മത്സരിച്ചവരും ആയിരിക്കില്ല. അതിപ്പോൾ തന്നെ അങ്ങനെയാണല്ലോ. SDPIയുടെ ചിഹ്നത്തിൽ മത്സരിക്കാത്ത പല സ്ഥാനാർത്ഥികൾ SDPIക്ക് ഉണ്ടാവും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ ഉണ്ടായിരുന്ന പോലെ ഇനിയും SDPIക്ക് സ്വന്തം ചിഹ്നത്തിൽ അല്ലാത്ത സ്ഥാനാർത്ഥികളുണ്ട്. പല സ്ഥാനാർത്ഥികളും തലയിൽ മുണ്ടിട്ടും ചിലരൊക്കെ മുണ്ടിടാതെയും SDPIയുടെ ഓഫീസ് കയറി ഇറങ്ങും. പിന്നെ ചിലരൊക്കെ പകൽ വെളിച്ചത്തിൽ SDPIയെ തള്ളിപ്പറയുകയും രാത്രി ഇവരുടെ ആളുകളായിട്ട് മാറിച്ചു. അത് എല്ലാ പാർട്ടികളും ഏതാണ്ട് അതേ രീതിയിലാണ്. RSSനെ എതിർക്കുന്ന നേതാക്കളൊക്കെ RSS കാര്യാലയത്തിൽ പോയി വോട്ട് ചോദിക്കും, അല്ലെങ്കിൽ പ്രചാരകന്മാരുടെ വീട്ടിൽ ചെന്ന് സഹായിക്കണം എന്ന അഭ്യർത്ഥിയൊക്കെ ചെയ്യുന്ന സാധാരണ രീതിയാണ്. SDPIയുടെ കാര്യത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. തെരഞ്ഞെടുപ്പിൽ പരക്കെ ഉള്ള ഒരു പ്രതിഭാസമാണ്. മത സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങാൻ പോവുകയില്ല, മതമേലധ്യക്ഷന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല എന്നൊക്കെ പറയുന്നവർ നേരവും കാലവും ഒപ്പിച്ച് നിശയുടെ നിശബ്ദതയിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുകയും ചെയ്യരുതാത്തത് ചെയ്തവനെങ്കിലും പറയരുതാത്തത് പറഞ്ഞവനെങ്കിലും ഈ എന്നെ തള്ളല്ലേ തമ്പുരാന് എന്ന് പറഞ്ഞ് കാലുപിടിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ സാധാരണ പതിവുകളാണ്. അങ്ങനെയുള്ള കലാപരിപാടികൾ കൂടി ചേർന്നതാണ് നമ്മുടെ രാഷ്ട്രീയം. അല്ലെങ്കിൽ പിന്നെ വല്ല AK ആന്റണിയോ PT തോമസോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ VM സുധീരനെങ്കിലും ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ കുറവാണ്, തീരെ ഇല്ല എന്ന് തന്നെ പറയും. അപ്പോൾ SDPIയുടെ കാര്യത്തിൽ അതിൽ വ്യത്യാസമൊന്നുമില്ല. SDPIക്ക് സ്വന്തം ചിഹ്നത്തിലല്ലാതെ മറ്റു പാർട്ടികളുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന MLAമാരുണ്ടാവും, MP മാരും ഉണ്ടാവും. പക്ഷേ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എല്ലാ മണ്ഡലത്തിലും അവർ മത്സരിക്കും. അസാധുവുമായിട്ടായിരിക്കും പ്രധാനപ്പെട്ട മത്സരം. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്രം വന്നതിന് ശേഷം നോട്ടയുമായിട്ടാണ് പ്രധാന മത്സരം. കാരണം അസാധു ഇല്ല. ആ നോട്ടയും SDPIയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കും. SDPIക്കാരുടെ വോട്ട് ആർക്ക് കിട്ടും? SDPIക്കാർ എണ്ണത്തിൽ വളരെ കുറവ്, പക്ഷേ ഇവരുടെ പ്രവർത്തനം വളരെ ഫലപ്രദമായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്ന, അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തെയും ഫാസിസത്തെയും അതിനിശിതമായി അതിശക്തമായി എതിർക്കുന്ന ആളുകളൊക്കെ അവർക്കറിയാം. ആ സ്ഥാനാർത്ഥിക്കായിരിക്കും അവരുടെ വോട്ട് കിട്ടുക. അവരുടെ സ്ഥാനാർത്ഥിക്ക് അവരാരും വോട്ട് ചെയ്യില്ല. വല്ല ശുദ്ധന്മാരോ സാധുക്കളൊക്കെ അറിവില്ലായ്മ കൊണ്ട് SDPIക്ക് വോട്ട് ചെയ്ത് കളയാം എന്ന് കരുതി സീലിംഗ് ഫാൻ അടയാളത്തിൽ, അല്ല തയ്യൽ മെഷീനാണ് അടയാളമെങ്കിൽ തയ്യൽ മെഷീനിൽ വോട്ട് ചെയ്യും, സൂചി നൂലാണ് അടയാളമെങ്കിൽ അതിൽ വോട്ട് ചെയ്യും. പക്ഷേ SDPIക്കാരും സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല. MK ഫൈസി അടക്കം അവരുടെ വോട്ട് അവർക്ക് താല്പര്യമുള്ള മറ്റൊരു സ്ഥാനാർത്ഥിക്കായിരിക്കും. ഇങ്ങനെ വളരെ രസകരമായ അജണ്ടയും പ്രവർത്തന രീതികളും ഉള്ള ഒരു മഹാരാഷ്ട്രീയ പാർട്ടിയാണ് SDPI. അതിൻ്റെ പ്രമുഖ നേതാക്കളിൽ പലരും ഇപ്പോൾ ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല കേട്ടോ, ഇത് തീവ്രവാദ സംഘടനയാണെന്ന് കണ്ടെത്തി പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചുകൊണ്ട് നസറുദ്ദീൻ അളമരത്തെ പോലെയൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രൊഫസർ കോയയെ പോലെയുള്ള ആളുകൾ, ഇവരെ അല്ലെങ്കിൽ OMA സലാമിനെ പോലുള്ള ആളുകളൊക്കെ ഇപ്പോഴും തിഹാർ ജയിലിൽ ഗോതമ്പുണ്ട കഴിച്ച അവരുടെ ശരീരം പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഫൈസിയെ പോലെ
കുറച്ച് ജനാധിപത്യ വിശ്വാസികൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുള്ളത്. പിന്നെ നമ്മുടെ റൌഫ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ്. പുള്ളി ഇപ്പോൾ മര്യാദക്കാരനായി. ദിവസവും കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് കിതാബ് ഓതി കഴിഞ്ഞാൽ ബാക്കി സമയത്ത് പരീക്ഷയ്ക്ക് പഠിക്കാൻ, അങ്ങനെ മര്യാദക്കാരനായി നല്ലവനായി മാറി ഞാൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും 5Gയുടെ വരവ് ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട്, SDPIയുടെ വോട്ട് എന്ന് പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിരിക്കും. ഏത് പാർട്ടി ജയിച്ചാലും ഏത് മുന്നണി ജയിച്ചാലും ഈ ജയിച്ച പാർട്ടിയേക്കാൾ മുമ്പ് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് അതുപോലെ SDPIക്കാർ തന്നെയായിരിക്കും. ജയിച്ച സ്ഥാനാർത്ഥിയെ സ്പോൺസർ ചെയ്യുന്നതും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നതും ഇവരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയിപ്പിക്കുന്നതും ഒക്കെ SDPIക്കാർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് SDPIക്ക് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. ആ പാർട്ടിക്കും 5Gക്കും എല്ലാവിധത്തിലുള്ള വിജയം ആശംസിക്കുന്നു.